പോലീസ് കസ്റ്റഡിയിലും ഭീഷണിയുമായി പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര. തനിക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ടെങ്കിൽ ഭാര്യയാണെങ്കിലും ജീവിതം തുലയ്ക്കും എന്നാണ് ചെന്താമരയുടെ ഭീഷണി. കോടതിയിൽ ഹാജരാക്കുമ്പോൾ 24നോടായിരുന്നു ചെന്താമരയുടെ ഈ പ്രതികരണം. എന്തിനു പറയണ്ടോ? എന്ത് പറയാൻ? ആയതായി പായിലായി പായി കൊണ്ട് പോവുക. എന്ത് പറയാൻ? എന്റെ കുടുംബത്തിൽ നശിപ്പിച്ചവൻ ഞാൻ തുലയ്ക്കും. അത് ആനയാണ് ശരി. എന്റെ കുടുംബത്തിൽ നശിപ്പിച്ചു. അത് ആരാണെന്ന് പറഞ്ഞാൽ അവര് ഇല്ലാണ്ടാക്കും. ഞാൻ വീഴുവാനാണ്. മനസ്സിലായ? പറഞ്ഞു എന്തിനു പറയാൻ? ആയതായി പായിലായി പായി കൊണ്ട് പോവുക. എന്ത് പറയാൻ? എന്റെ കുടുംബത്തിൽ നശിപ്പിച്ചവൻ ഞാൻ തുലയ്ക്കും. അത് ആനയാണ് ശരി. എന്റെ കുടുംബത്തിൽ നശിപ്പിച്ചു. അത് ആരാണെന്ന് പറഞ്ഞാൽ അവര് ഇല്ലാണ്ടാക്കും. ഞാൻ വീഴുവാനാണ്. മനസ്സിലായ? പറഞ്ഞു ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും പാലക്കാട്ടുനിന്ന്. ശ്രീജിത്ത്, ഇയാൾ ആരെയാണ് ഭീഷണിപ്പെടുത്തുന്നത്? കുടുംബം നശിപ്പിച്ചത് ആരാണെങ്കിലും നശിപ്പിച്ച് കളയും, തകർത്ത് കളയും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആരെയാണ് ഈ ഭീഷണിപ്പെടുത്തുന്നത് ഈ പ്രതി? അതായത് വിജയകുമാർ, ഇന്ന് ചെന്താമരയുടെ ഭാര്യ ഈ കോടതിയിലെത്തി മൊഴി നൽകിയിരുന്നു. അവർ കൃത്യമായ രീതിയിൽ ചെന്താമരക്കെതിരായുള്ള മൊഴിയാണ് നൽകിയത്. അതായത് ഈ കുടുംബത്തെ നശിപ്പിച്ചു, അല്ലെങ്കിൽ തൻ്റെ കുടുംബം നശിപ്പിച്ചത് ഇത്തരത്തിൽ ഈ പറയുന്ന കൊല്ലപ്പെട്ട ആളുകളാണ് എന്ന് കൃത്യമായ രീതിയിൽ തന്നെ പറഞ്ഞിരുന്നു. സ്വാഭാവികമായി അതാണ് ചെന്താമരയ്ക്ക് ചൊടിപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ബൈറ്റ് കൂടി നമ്മുടെ പക്കൽ ഈ ഒരു ഘട്ടത്തിലുണ്ട്. അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഭാര്യയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ നശിപ്പിക്കും, എന്നെ നശിപ്പിച്ചാൽ ഞാനും നശിപ്പിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ ജാതി പേര് പറഞ്ഞടക്കാൻ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട്. അല്പസമയം മുൻപ് ഈ പറയുന്നത് പോലെ പാലക്കാട് കോടതിയിൽ ഹാജരാക്കുമ്പോഴായിരുന്നു ചെന്താമരയുടെ പ്രതികരണം. എല്ലാ ഘട്ടത്തിലും ചെന്താമര ഒരു ഘട്ടത്തിൽ പോലും മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ ഒരു പ്രതികരണം നൽകാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇത് നമ്മളുടെ പ്രതിനിധി കൃത്യമായ രീതിയിൽ ചോദിച്ചപ്പോഴാണ് വീണ്ടും ആ ഒരു പ്രതികരണത്തിലേക്ക് ചെന്താമര കടന്നിരിക്കുന്നത്. അതിരൂക്ഷമാണ്. ഈ ചെന്താമര ക്രൂരനാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ പുറത്തുവിട്ടാൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് തെളിയിക്കുന്ന പ്രതികരണമാണ് 24 ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവിടുന്നത്. വിജയകുമാർ, എന്താണ് ഈ പ്രതി? ഇതൊരു കൊടും കുറ്റവാളിയാണ്. അയാൾ എന്താണ് പറഞ്ഞതെന്ന് ഒരിക്കൽ കൂടി കേൾക്കാം. ശ്രീജിത്ത്, തുടരണം. എന്തിനു പറയണ്ടോ? എന്ത് പറയാൻ? ആയതായി പായിലായി പായി കൊണ്ട് പോവുക. എന്ത് പറയാൻ? എന്റെ കുടുംബത്തിൽ നശിപ്പിച്ചവൻ ഞാൻ തുലയ്ക്കും. അത് ആനയാണ് ശരി. എന്റെ കുടുംബത്തിൽ നശിപ്പിച്ചു. അത് ആരാണെന്ന് പറഞ്ഞാൽ അവര് ഇല്ലാണ്ടാക്കും. ഞാൻ വീഴുവാനാണ്. മനസ്സിലായ? പറഞ്ഞു ശ്രീജിത്ത്, ഈ ഇത്രയും കൊടും കുറ്റവാളിയായ ഒരാൾ, അയാൾ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ ഒക്കെ വിശദാംശങ്ങൾ നമുക്കറിയാം. അയാൾ ഈ പോലീസ് കസ്റ്റഡിയിൽ കഴിയുമ്പോഴും അയാൾക്ക് അതിലൊന്നും ഒരു പശ്ചാത്താപവുമില്ല, ഒരു കുറ്റബോധത്തിൻ്റെ ഒരു കണിക പോലും അയാൾക്കില്ല. അങ്ങേറ്റം രോഷാകുലനായി വലിയ ക്രൂരതയോടെ, ക്രൗര്യത്തോടെയാണ് അയാൾ ക്യാമറയ്ക്ക് മുന്നിലും പ്രതികരിക്കുന്നത്. ഇതെന്തൊരു മനുഷ്യനാണ് എന്ന് ചോദിച്ചു പോകും നമ്മൾ ഈ പ്രതികരണം കാണുമ്പോൾ. ശ്രീജിത്ത്, തീർച്ചയായും വിജയകുമാർ, അതായത് ഈ ഒരു ഘട്ടത്തിൽ പോലും, അതായത് ഭാര്യ എന്ന് മൊഴി കൊടുത്തിരുന്നു. കാരണം ചെന്താമരയിൽ നിന്ന് ഹാജരാക്കുമ്പോൾ ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു. അത് ചെന്താമര പൂർണ്ണമായി കേട്ടു. തൻ്റെ ഭാര്യ ചെന്താമരക്കെതിരായ മൊഴിയാണ് കൊടുത്തത്. അതായത് ഭാര്യക്കെതിരെ പോലും ഒരു ഭീഷണി, ആ ഒരു പ്രതികരണം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ അത് നൽകാൻ കഴിയും. ഭാര്യ ആയാലും തനിക്ക് കുഴപ്പമില്ല എന്ന് ചെന്താമര പറയുന്നു. അതായത് ഇനി പുറത്തിറങ്ങിയാൽ ഒരു കൊലപാതകം കൂടി, അല്ലെങ്കിൽ ആരെയെങ്കിലും ഇല്ലാതാക്കാൻ കൂടി തനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് ഈ ഒരു മനസ്സലിവുമില്ലാതെ പറയുകയാണ്. വീണ്ടും പറയുകയാണ്, തൻ്റെ കുടുംബം നശിപ്പിച്ചത് ആരാണ്, എന്നാൽ അവരെ ഇല്ലാതാക്കും എന്ന് തൻ്റെ ജാതിപ്പേര് കൂടി, ക്ഷത്രിയനാണ് എന്ന തരത്തിൽ തന്നെ തൻ്റെ ജാതിപ്പേര് കൂടി പറഞ്ഞുകൊണ്ടാണ് ചെന്താമര പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു എക്സ്ക്ലൂസീവ് പ്രതികരണമാണ് നമ്മൾ പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കുന്നത്. ഒരു കുറ്റബോധവും ഇല്ലായിരുന്നു. ആ കൊലപാതകം കഴിഞ്ഞിട്ട് പോലും ചെന്താമരയെ പിടിക്കുന്ന സമയത്ത് അയാൾ ചോദിച്ചത് ഭക്ഷണമാണ്. തനിക്ക് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. തനിക്ക് ചിക്കൻ കറിയും ദോശയും വേണമെന്ന് ആവശ്യപ്പെട്ടു. ആ ഒരു ഘട്ടത്തിൽ പോലും പോലീസ് പറഞ്ഞു ഭക്ഷണം വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. പോലീസ് ദോശയും അതുപോലെ തന്നെ ഓംലെറ്റും വാങ്ങിച്ചു കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ചെന്താമര ഈ ഒരു ഘട്ടത്തിൽ ആ ഒരു പ്രതികരണം നടത്തിയത് നമ്മൾ വീണ്ടും ചോദിച്ചപ്പോഴാണ്. ഇന്ന് ഭാര്യയോട് ആ കോടതി മുറിയിൽ വെച്ച് വളരെ രോഷാകുലനായി നിൽക്കുന്നത് കൃത്യമായി തന്നെ കണ്ടിരുന്നു. സ്വാഭാവികമായി അത് തന്നെയാണ് ഈ ഒരു പ്രതികരണത്തിൽ നിന്നും നമുക്ക് ബോധ്യമാകുന്നത്. വിജയകുമാർ, ഈ
നെന്മാറ കേസിലെ വിചാരണ നടപടികൾ തുടങ്ങിയോ ശ്രീജിത്ത്? അതിന്റെ ഭാഗമായാണോ ഇയാളെ കോടതിയിൽ ഇന്നിപ്പോൾ ഹാജരാക്കിയത്? നെന്മാറ കേസിൽ വിചാരണ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് മൊഴി രേഖപ്പെടുത്തൽ അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ഈ പറയുന്നത് പോലെ പോലീസിന് മുൻപാകെ അല്ലെങ്കിൽ ഈ കോടതിക്ക് മുൻപാകെ ചെന്താമരയെ എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഭാര്യയുടെ മൊഴിയും ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം കോടതിക്ക് പുറത്തേക്ക് ഇറങ്ങി ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ചെന്താമര വീണ്ടും ആവർത്തിക്കുന്നത്. തനിക്കെതിരെ നിൽക്കുമ്പോൾ ആരെയും താൻ വകവരുത്തുമെന്ന തരത്തിൽ തന്നെയാണ് പ്രതികരണം. വിജയകുമാർ. യെസ്, നേരത്തെ നെന്മാറയിലെ ഇരട്ടക്കൊലപാതകത്തിന് കാരണവും അയാളുടെ സംശയം തന്നെയായിരുന്നു. അയാൾക്കെതിരെ മൊഴി കൊടുത്തു എന്നതൊക്കെയായിരുന്നു ആ ഘട്ടത്തിലും ആ മരിച്ച രണ്ടുപേരെ, ആ കൊലപാതകത്തിന് ഇരയായ രണ്ടുപേർക്കെതിരെയും ചെന്താമര ഉന്നയിച്ച ആരോപണം. അതുതന്നെയാണ് അയാൾ പറയുന്നത്. കുടുംബം തകർത്തവരെ വിടില്ല, എല്ലാവരെയും തകർത്ത് കളയും എന്നിപ്പോഴിതാ ഒരു കൂസലുമില്ലാതെ ചെയ്ത കുറ്റകൃത്യത്തിൽ ഒരു പശ്ചാത്താപത്തിൻ്റെ കണിക പോലും ഇല്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്ലെ ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കുമ്പോഴും ഞാൻ ചെയ്യും, ആ കുടുംബം തകർത്തവരെ തകർക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അയാൾ പോലീസ് വലയത്തിലാണെങ്കിലും മുന്നോട്ട് നടന്നു പോകുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട്.